നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ വരുന്ന ഏതാനും സ്റ്റോക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് PCBL. മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു റീജിയണിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഇതവിടെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ ഒരു റീജിയണിൽ റീടെസ്റ്റ് എടുത്തു. ഓക്കെ, നമുക്കിവിടെ വീക്കിലിട്ട് പോയി നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നു, അതിനുശേഷം റീടെസ്റ്റിന് വേണ്ടി വന്നു, അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ അതിനുശേഷം പ്രൈസ് മുകളിലേക്കാണ് സർവൈവ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ലൊരു വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്നത്തെ ഒരു ദിവസത്തെ ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ആ ഒരു കൺസോൾട്ടേഷന് മുകളിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ ഒന്ന് പ്രൈസ് ജസ്റ്റ് പോയതാണ്. ഓക്കെ, എങ്കിലും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ട്, വോളിയവും കാണുന്നുണ്ട്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ നാളത്തെ സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റീജിയനിൽ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി 171.50 പൈസ എന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 168-നും 171-നൊക്കെ ഇടയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കാം. ഇതിൻ്റെ താഴെ നമുക്ക് SL ആയിട്ട് ഈ ഒരു റീജിയന് താഴെ ഈ ഒരു 153-നൊക്കെ താഴെ ഒരു ക്ലോസിങ് വരുവാണെങ്കിൽ അവിടെ എക്സിറ്റ് ആവും. ഏകദേശം ഒരു 15 രൂപ അടുത്ത് 15 രൂപ സംതിങ് SL കൊടുക്കുന്നുണ്ട്. നമുക്ക് ടാർഗറ്റും മിനിമം 15 വെക്കാം, ഒരു 15-30 ടാർഗറ്റൊക്കെ വെച്ച് നോക്കാം. അത് ഓപ്പൺ ടാർഗറ്റാണ്, കാരണം ഇത് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഓൾ ടൈം ഹൈ ഇവിടെ വന്നിട്ടുണ്ട്, എങ്കിൽ ഓൾ ടൈം ഹൈയോട് ചേർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റോക്കാണ് നമ്മുടെ നെസ്കോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്കിവിടെ വീക്കിലി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇവിടെ കാണാൻ സാധിക്കും മൾട്ടിപ്പിൾ ടൈമിൽ ഈ ഒരു ലെവലിനെ മൾട്ടിപ്പിൾ ടൈമിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന് മുകളിൽ ഒരു ലെവലുണ്ട്, അത് ഏകദേശം 825-830 റീജിയനാണ്. ഇപ്പോൾ കറൻറ്റ്ലി 718-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പതുക്കെ ആ ഒരു റീജിയണ് ക്ലിയർ ആയിട്ട് ഒന്ന് വീണ്ടും ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്ത് അതിന് മുകളിലേക്ക് പ്രൈസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡെയിലിയിലാണെങ്കിലും വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ലെവലിനെ വന്നിവിടെ റെസിസ്റ്റൻസ് എടുത്തിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഒന്ന് കൺസോൾട്ടേഷനൊക്കെ നടത്തിയതിന് ശേഷം പ്രൈസ് പതുക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹൈക്ക് മുകളിലും ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇവിടെ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് പോസിറ്റീവാണ് ഈ ഒരു സ്റ്റോക്ക് കറൻറ്റ് സിനാരിയോയിൽ. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ SL ആയിട്ട് ഈ ഒരു റീജിയന് താഴെ അത് ക്ലോസിങ് തരുവാണെങ്കിൽ നമുക്ക് SL കൊടുത്ത് എക്സിറ്റ് ആകും. ഇവിടെ ഏകദേശം ഒരു 720-25 റീജിയണിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ SL ആയിട്ട് ഒരു 680-ന് താഴെ ഒരു SL സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 40 രൂപയുടെ SL ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരുന്നത് ഏകദേശം 800-ന് മുകളിലാണ്, 810-820 റീജിയനാണ്. ഓക്കെ, എങ്കിലും നമുക്ക് 1:2 റിസ്ക് റിവാർഡ് ഉണ്ട്. ഓക്കെ, നല്ലൊരു റിസ്ക് റിവാർഡ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ SL ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു എൻട്രി ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.